ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സൈലൻസ് നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഇതാണ് കിട്ടിയ സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ചിലർക്ക് ഫൈറ്റിന് ശേഷമുള്ള ഒരു സൈലൻസ് ആയിരിക്കും. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് ശേഷമുള്ള ഒരു സൈലൻസ്, അതല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ടുകൾ മറച്ചു വെച്ചതായിട്ടോ അതോ അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി എനർജി ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ റെസനേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും ബാധകമല്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആയിരിക്കണം എന്നില്ല. ഒരുപക്ഷെ അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ്, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഈ സൈലൻസ് കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയത്? ഞാനിനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇനി ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവില്ലേ? ഒരു അൺസർട്ടനിറ്റി ആണ് നിങ്ങളുടെ പേഴ്സണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവരുടെ ഫോൺ നോക്കി എന്തെങ്കിലും കണ്ടതുകൊണ്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ചിലപ്പോൾ ഇത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാത്രമായിരിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ഒരുപാട് ഭയം, ആശയക്കുഴപ്പം, ഇവയെല്ലാം തന്നെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടൊരു പുതിയ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവരൊരു മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കാൻ തുടങ്ങണോ എന്നുള്ള ഒരു സ്പാർക്കുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അയക്കാനുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യും, എന്നിട്ട് അത് വീണ്ടും ഡിലീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ ആൾക്ക് ചിന്ത വരുന്നുണ്ടെങ്കിലും ഉടനെ ആക്ഷൻ ഇതുകൊണ്ട് ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഉള്ളത്. കാരണം ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഫീലിങ്സ് ഇല്ല എന്നല്ല, പക്ഷെ വീണ്ടും ഹേർട്ട് ആവുമോ എന്ന ഭയം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷനിലേക്ക് വരാൻ ഡിലേ ആണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീണ്ടും റിജക്റ്റ് ചെയ്താൽ എന്നൊരു ഭയം അവരെ തടയുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി ചെയ്യാൻ തടയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ ഒരു മടി കാണിക്കുന്നത് പോലെയാണ് ഉള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. പഴയ കോൺവെർസേഷൻസ് ഒക്കെ ഓർക്കുന്നുണ്ട്. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഈഗോ ആണ് ഉള്ളത്. ഈഗോ മാറ്റി വെച്ച് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനും ആലോചിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പഴയ ഫോട്ടോസ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള പഴയ ചാറ്റുകൾ വായിക്കുക, അന്ന് ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുക. ചിലർ റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നും പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ സൈലൻസിന് കാരണം തന്നെ വലിയൊരു ഫൈറ്റ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആർഗ്യുമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾ മനസ്സിലാക്കാതെ വന്നിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് പറയുന്നുണ്ട് പോയിട്ട് സംസാരിക്കൂ എന്ന്, പക്ഷെ ബുദ്ധി പറയുന്നു ഇപ്പൊ വേണ്ട, ആദ്യം അവര് തന്നെ വരട്ടെ എന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് മനസ്സിലുള്ളത്. അതും അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെയൊക്കെ അഭിപ്രായവും നിങ്ങളുടെ പേഴ്സന്റെ സ്വന്തം മനസ്സിലെ ചിന്തകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും ആയിരിക്കാം. ഇവിടെ ഈഗോ വേഴ്സസ് ലവ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്ക് എനർജിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ മോഡിലാണുള്ളത്. ആദ്യം അവര് വരുമോ, കുറച്ച് സമയം കൊടുത്താൽ സിറ്റുവേഷൻ മാറുമോ എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് ഉള്ളത്. നിങ്ങൾ തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈലൻസ്, നിങ്ങൾക്കിടയിലെ സൈലൻസ് നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം മാറ്റാൻ പോകുന്നു എന്ന് വേണം പറയാൻ. കാരണം മുൻപ് അവര് എങ്ങനെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നുണ്ട് ഈഗോ വിടേണ്ട സമയം കഴിഞ്ഞു എന്ന്. ചിലർക്ക് ഇത് പഴയ പാറ്റേൺസ് അവസാനിപ്പിക്കും എന്ന റിയലൈസേഷനും വരാം. മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിന്റെ വില മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പഴയ ടോക്സിക് പാറ്റേൺ മാറ്റണമെന്ന തിരിച്ചറിവാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഓവറോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ സൈലൻസ് മാനസികമായിട്ട് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അവരുടെ കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ്, കോൺഫ്ലിക്റ്റ്, വെയിറ്റിംഗ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്നിങ്ങനെയുള്ള എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സൈലൻസ് എത്രയും പെട്ടെന്ന് മാറി നിങ്ങൾ പഴയതുപോലെ തന്നെ പൂർവാധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.